ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي قال فما خطبك يا سامري. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي قال فما خطبك يا سامري. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിതം പടച്ചവന് ഇഷ്ടപ്പെടും വിധം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 39-ാമത് ക്ലാസ്സിൽ 92-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പടച്ചവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും എന്നെയും നിങ്ങളെയും ഒക്കെ റബ്ബ് തുണക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നാട്ടില് പല നിരക്കുള്ള മരണങ്ങളും അപകടങ്ങളും മറ്റുമൊക്കെയായി ഉള്ള അവസ്ഥകളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ഇഴജന്തുക്കളുടെയും വന്യജീവികളുടെയും ഒക്കെ പെട്ടെന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒക്കെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് മൂസാ നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം, അത് ആ ജനതയിൽ പല ആളുകളും തന്നെ വളരെ പെട്ടെന്ന് തന്നെ ശിർക്കിലേക്ക് വീണുപോയ അതിദാരുണമായ ഒരു സംഭവത്തെ സംബന്ധിച്ചാണ്. ഫറോവയുടെ പതനം നമ്മൾ കണ്ടു. അവൻ ആ ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെട്ട അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കി. അതിനേക്കാളൊക്കെ വളരെ വലിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതി, മൂസാ നബി അലൈഹിസ്സലാം വേദഗ്രന്ഥം സ്വീകരിക്കുന്നതിന് വേണ്ടി, തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു അല്പ ദിവസത്തെ ഇടവേളയ്ക്ക് വേണ്ടി ആ ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിന്നപ്പോ സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ അവിടെ കടുത്ത ശിർക്ക് ഉടലെടുക്കുകയാണ്. ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാ ദൈവം ഇവിടെയുണ്ട്, മൂസ എന്തിനാ വെറുതെ ദൈവത്തെ തെരഞ്ഞു പോയത്, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വളരെ ധിക്കാരത്തോടുകൂടി പറയുകയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്.
മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയോട് ചോദിക്കുകയാണ്, തന്റെ സഹോദരനോട് ചോദിക്കുകയാണ്, ഖാല യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ അല്ലാ തത്തബിഅനി അഫഅസൈത അംരി. ഇതാണ് രണ്ട് ചെറിയ ആയത്തുകളിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖാല അദ്ദേഹം ചോദിക്കുകയാണ്, യാ ഹാറൂൻ, ഹാറൂനെ, മാ മനഅക നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? മാ മനഅക, മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. മാ മനഅക നിന്നെ തടഞ്ഞത് എന്താണ്? അത് രണ്ട് നിലക്ക് അതിന് അർത്ഥം പറയാം, നമ്മളങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. നിനക്ക് തടസ്സമായത് എന്താണ്? മാ മനഅക, ഇത് റഅയ്തഹും, ഇത് സന്ദർഭം, റഅയ്ത നീ കണ്ടു, അവരെ നീ കണ്ട സന്ദർഭത്തിൽ ളല്ലൂ അവർ പിഴച്ചുപോയി, ലല്ല വഴിപിഴച്ചു, ലല്ലു അവർ വഴിപിഴച്ചു പോയ സന്ദർഭത്തിൽ നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? ആ സമയത്ത് അവരെ ആ ഒരു കാര്യത്തിൽ നിന്ന് തടയാൻ എന്ത് തടസ്സമാണ് താങ്കൾക്കുണ്ടായത്? അല്ലാ തത്തബിഅനി, അല്ലാ തത്തബിഅനി എന്തുകൊണ്ട് നീ എന്നെ പിന്തുടരുന്നില്ല? അല്ലാ തത്തബിഅനി എന്നെ പിന്തുടരാൻ, ഇല്ലാതിരിക്കാൻ, എന്നെ പിന്തുടരാതിരിക്കാൻ നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? അഫ അസൈത നീ എന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചോ? ആ ഫ അസൈത, ആ ഉണ്ടോ, ഫ അപ്പോൾ, അസ ധിക്കരിച്ചു, അസൈത നീ ധിക്കരിച്ചു, എതിര് പ്രവർത്തിച്ചു, നീ എതിര് പ്രവർത്തിച്ചോ? അംരി എന്റെ കൽപ്പന, അമ്രുൻ കൽപ്പന, അംരി എന്റെ കൽപ്പന. അതല്ല, നീ എന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിച്ചതാണോ എതിര് പ്രവർത്തിച്ചതാണോ, എന്താ അവിടെ സംഭവിച്ചത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഹാറൂനോട് ചോദിക്കുന്നു. ആയത്ത് ഒന്നുകൂടെ നോക്കൂ. ഖാല യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ അല്ലാ തത്തബിഅനി അഫഅസൈത അംരി. ഒന്നുകൂടെ. ഖാല യാ ഹാറൂനു മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ അല്ലാ തത്തബിഅനി അഫഅസൈത അംരി. ഇത് മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ രണ്ട് ആയത്തുകളിലുള്ളത്. അതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളെ പരിശോധിച്ചു നോക്കൂ, അതിലുള്ള ക്രിയകളെ എന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഫിഅല് എന്തൊക്കെയാണെന്ന് നോക്കൂ. മനഅക എന്ന് പറഞ്ഞതില് മനഅ എന്നൊരു വാക്കുണ്ട്. അതിന്റെ മുളാരി ആയിട്ടുള്ള വർത്തമാനകാല ക്രിയ യംനഉ എന്നാണ്. അതിന്റെ ഒറിജിനൽ പദം മസ്ദർ എന്ന് പറയുന്നത് മൻഉൻ എന്നാണ്, തടയുക എന്നാണ്. മനഅക എന്ന് പറഞ്ഞാൽ നിന്നെ തടഞ്ഞു, ക എന്നതിനോട് കൂടെ ചേർന്നാൽ നിന്നെ തടഞ്ഞു. മനസ്സിലായല്ലോ? റഅയ്തഹും എന്നുള്ള വാക്ക് എന്താണ്? റഅ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. റഅ എന്നെ കണ്ടു, യറ കാണുന്നു, റുയത്തുൻ കാണൽ, റഅയ്ത നീ കണ്ടു, ഹും അവരെ നീ അവരെ കണ്ടു എന്നാണ് അർത്ഥം. റഅയ്തഹും. ലല്ലു എന്ന വാക്ക് ലല്ല യദില്ലു ലലാലുൻ എന്ന് പറയാ. മാദിയായ ക്രിയ, കഴിഞ്ഞകാല ക്രിയ ലല്ല, വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന യദില്ലു എന്നാണ്, വഴിപിഴച്ചു പോകുന്നു എന്ന് പറയാൻ. ലലാലുൻ എന്നാണ് വഴിപ്പിഴവ് എന്ന് പറയാൻ ലലാലുൻ എന്നാണ് പറയാ. ലല്ലു എന്ന് പറഞ്ഞാൽ അവർ വഴിപിഴച്ചു. ഓക്കെ. തത്തബിഅനി എന്നാണ് അടുത്തൊരു വാക്ക്. ഇത്തബഅ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഇത്തിബാഉ എന്നാണ് അതിന്റെ മസ്ദർ. തത്തബിഅനി എന്ന് പറഞ്ഞാൽ നീ എന്നെ പിന്തുടരുന്നത്. തത്തബിഅനി നീ എന്നെ പിന്തുടരുന്നത്, അതിനുള്ള വാക്കുകൾ ഒന്നുകൂടെ നോക്കുക. മാ മനഅക എന്ന് പറഞ്ഞാൽ നിന്നെ തടഞ്ഞത് എന്താണ് എന്നാണ്. റഅയ്തഹും നീ അവരെ കണ്ടപ്പോൾ, ലല്ലു അവർ വഴിപിഴച്ചു, സത്യം വെടിഞ്ഞത്. എന്നെ പിന്തുടരുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ
രണ്ടാമത് ഒരർത്ഥം എന്താണ്? എന്നെ പിന്തുടരാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? മാ മനഅക എന്ന വാക്കിനർത്ഥം രണ്ട് നിലക്ക് നമുക്ക് പറയാം. ഒന്നെങ്ങനെ, എന്നെ പിന്തുടരുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്, നിന്നെ തടഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ എന്നെ പിന്തുടരാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ആ രണ്ട് നിലക്ക് പറഞ്ഞാലും അതിന്റെ അർത്ഥം ശരിയാണ്. അങ്ങനെയൊക്കെ ഖുർആനിൽ വരികയും ചെയ്തിട്ടുണ്ട്. അല്ലാ തത്തബിഅനി, എന്നെ പിന്തുടരുന്നതിന് നിന്നെ തടഞ്ഞത്. അഫ അസൈത, നീ ധിക്കരിച്ചുവോ, അനുസരണക്കേട് കാണിച്ചുവോ, അംരി, എന്റെ കൽപ്പനയെ. ഹാറൂൻ നബിയോടുള്ള ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞു മാ മനഅക എന്ന വാക്ക് ഖുർആനിൽ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട്. സൂറത്ത് സാദിലെ അതില് പിശാചിനോട് ചോദിക്കുന്ന മാ മനഅക അൻ തസ്ജുദ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ് എന്നാണ് മാ മനഅക എന്നതിനർത്ഥം. നിന്നെ തടഞ്ഞത് എന്താണ്? മാ മനഅക അല്ലാ തസ്ജുദ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന മാതിരി അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ നിന്നെ തടഞ്ഞത് എന്താണ്? നീ സുജൂദ് ചെയ്യാതിരിക്കാൻ നിന്നെ തടഞ്ഞത് എന്താണ്? അങ്ങനെ രണ്ടു രൂപത്തിലും അർത്ഥം പറയാം. അങ്ങനെയുള്ള പ്രയോഗമുള്ള ഒരു പ്രത്യേകമായ വാക്കാണ് മാ മനഅക എന്നത്. അതങ്ങനെ ഒരു തടസ്സം ചിലപ്പം നിർബന്ധമായിരിക്കും. ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ചെയ്യേണ്ടതായിട്ട് വരും. വേറെ ചില സമയങ്ങളിൽ മറ്റൊരാൾ നമ്മളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അതായത് നമ്മളത് നിർബന്ധമായും ചെയ്യേണ്ടതായ ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്നെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞത് എന്താണ്, ചെയ്യാതിരിക്കാൻ എന്താ നിന്നെ പ്രേരിപ്പിച്ചത് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അല്ലാ തത്തബിഅനി അഫ അസൈത അംരി, അവർ വഴിതെറ്റുന്നത് കണ്ടപ്പോ എന്നെ പിന്തുടരുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്? മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ ചോദിക്കുന്ന ആ ചോദ്യം ഇതെല്ലാരോടും കൂടെയുള്ള, എല്ലാ കാലഘട്ടത്തിലും കൂടെയുള്ള ഒരു ചോദ്യമാണ്. വലിയൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പം ആ തെറ്റിൽ നിന്ന് എന്തുകൊണ്ട് ഹാറൂൻ നിങ്ങൾ ജനങ്ങളെ തടഞ്ഞില്ല? ഒരു പാപം ചെയ്യുന്നത് കാണുമ്പോ ആ പാപത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ എന്ത് നിലപാടാണ് നിങ്ങൾ ഇവിടെ സ്വീകരിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പാപങ്ങൾ കാണുമ്പോ, കുറ്റങ്ങൾ കാണുമ്പോ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക്? അത് നേരിട്ട് പറയാൻ തടയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ തടയണം. ഇല്ല, പറയാനാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾ പറയണം. അതിന് രണ്ടിനും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കെങ്കിലും വേണമെന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു വലിയ സംഭവം ഇവിടെ നടന്നിട്ട് ഹാറൂനെ നീ ഒന്നും ചെയ്തില്ലേ, നീ പ്രതികരിച്ചില്ലേ, സംസാരിച്ചില്ലേ എന്നിങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാം ഒരു സംശയം ഉന്നയിച്ചത്, ആ മറുപടി നമ്മൾക്ക് കേൾക്കാനും കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു മറുപടി ആ വിഷയത്തിലുള്ളവരിൽ നിന്ന് ലഭിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം തന്റെ സഹോദരനെ മൂസാ നബി അലൈഹി സ്വലാമക്ക് അറിയാം, തന്റെ കാര്യം നിർവഹിക്കുന്നവനാണ് എന്നറിയാം, താൻ ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും മൂസാ നബി അലൈഹി സ്വലാം തന്റെ സഹോദരനോട് ചോദിക്കുന്ന ഈ ചോദ്യം ഏതുപോലെയെന്നറിയാമോ? ഉമർ റളിയല്ലാഹു അൻഹു കഅബയിലെ ഹജറുൽ അസ്വദിനെ ചുംബിച്ചപ്പോ, ആ കറുത്ത കല്ലിനെ ചുംബിച്ചപ്പോ പറഞ്ഞതെന്താ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവേ, ഈ കല്ല് ഇത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, ഹജറുൽ അസ്വദിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അത് ഈ വാക്കുകൾ ആ കല്ലിനെ ചെറുതായി കാണാനല്ല, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം റസൂൽ ചെയ്തത് കൊണ്ട് ഈ കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നത്. ആ നിലക്ക് കണ്ടാ മതി മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബിയോട് ചോദിച്ച ആ ചോദ്യം എന്ന് പറയുന്നത്. എന്താ ചോദിച്ചത്? അല്ലാ തത്തബിഅനി, എന്നെ എന്തുകൊണ്ട് പിന്തുടർന്നില്ല? നമ്മൾ വാക്ക് വിശദമായി പഠിച്ചല്ലോ അല്ലെ?
പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കൽപ്പന ഉണ്ടായിരുന്നു, എന്റെ വസിയത്ത് ഉണ്ടായിരുന്നു, ഞാൻ പോകുമ്പോ എന്തുകൊണ്ട് അത് പാലിച്ചില്ല? ഒരു വസിയത്ത് ചെയ്താലേ, ഒരാളൊരു കാര്യം ഏൽപ്പിച്ചു പോയാലേ, വേറൊരു സ്ഥലത്തേക്ക് ഒരാള് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു പോയാൽ അത് ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ? ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന് അതിനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായപ്പോ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നതിൽ, അവരെ തിരുത്തുന്നതിൽ എന്റെ രീതി എന്തുകൊണ്ട് നീ പിന്തുടർന്നില്ല? ഞാനൊരു പ്രവാചകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്ത് കാണിച്ചു തന്ന ചില സംഗതികൾ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ? ആ നിലക്ക് നിങ്ങൾ ഏൽപ്പിച്ചു പോയതല്ലേ, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് രണ്ടാമത് അതിനർത്ഥം കാണാം. മൂന്നാമതായി അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോ മറ്റൊരു തരത്തിൽ അതിനെ കാണാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല? ഈ ഒരു വലിയൊരു അല്ലെങ്കിൽ വലിയ രൂപത്തിൽ അത് ഇവിടെ തടുക്കുമായിരുന്നു, അതിനെ നിന്ന് അവരെ മാറ്റി നിർത്തുമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോയില്ല എന്നും അതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അവരൊക്കെ വലിയ കുഴപ്പത്തിലായപ്പോ ഞാൻ നിങ്ങളെ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ, ഈ മലക്ക് മുകളിലാണ് ഞാനുള്ളത്, അവര് മലയുടെ തായ്വാരത്തിലാണുള്ളത്, എന്തുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഓടി എന്റെ അടുക്കിലേക്ക് വന്ന് എന്റെ ആ തൂർ പർവ്വതത്തിന്റെ മുകളിലോട്ട് വന്ന് എന്നോട് ഈ കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് നിങ്ങൾ മെനക്കെട്ടില്ല എന്നൊക്കെ. അല്ലാത്തബിഅനി എന്ന് പറയുമ്പോ അതില് നമുക്ക് ഉദ്ദേശിക്കാം. എന്നിട്ട് അദ്ദേഹം അവസാനമായി ചോദിക്കുന്ന അംരി, എന്നിട്ട് നീ എന്റെ കൽപ്പനയെല്ലാം ധിക്കരിച്ചു കളഞ്ഞിരിക്കുകയാണോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടാണ് അവിടെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. പിന്നെ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ ചോദ്യത്തിന്റെ കൂടെ അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നു വരുന്നുണ്ട്, അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്റെ സഹോദരന്റെ താടിക്ക് പിടിക്കുന്നുണ്ട്, തലക്ക് പിടിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഇനി മറുപടി എന്താണ് ഹാറൂന് പറയുന്ന മറുപടി എന്താണെന്ന് കൂടെ നമ്മൾ നോക്കുക. എന്തായിരുന്നു മറുപടി? ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി വലാ ബിറസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലൻ തർഖുബ് ഖൗലി. ഖാല യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി വലാ ബിറസി ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലൻ തർഖുബ് ഖൗലി. അദ്ദേഹം അഥവാ ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, പറഞ്ഞു, യബ്ന ഉമ്മ, യാ ഇബ്ൻ ഉമ്മി, എന്റെ ഉമ്മയുടെ മകനെ, യാ ഇബ്ന് ഉമ്മി, എന്റെ ഉമ്മയുടെ മകനെ. അതാണ് യബ്ന ഉമ്മ എന്ന് പറഞ്ഞ് ഒറ്റ വാക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കണ്ടങ്ങൾ യബ്ന ഉമ്മ, അത് 3 വാക്കുകളാണ്. യാ എന്നൊരു സംഗതി ഉണ്ട്, ഇബ്നുൻ മകൻ എന്നുള്ളൊരു വാക്കുണ്ട്, ഉമ്മുൻ മാതാവ് എന്ന ഉമ്മ എന്നൊരു വാക്കുണ്ട്. 3 കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് യബ്ന ഉമ്മ. ലാ തഖുദ്, നീ പിടിക്കല്ലേ, ബിലിഹിയത്തി, എന്റെ ലിഹിയത്തിൽ എന്റെ താടി പിടിച്ചു വലിക്കല്ലേ, വലാ ബിറഅസി, എന്റെ തലക്കും പിടിക്കല്ലേ, അതൊന്നും എന്നെ ഉപദ്രവിക്കല്ലേ, എന്നെ വേദനിപ്പിക്കല്ലേ എന്ന് സഹോദരൻ പറയാ. അവിടെ പറയാൻ അദ്ദേഹം മുസാ നബി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ പറയുന്ന ആ വാക്കാണ് കേട്ടോ ഇത്. നമ്മളൊരു വിശദീകരണത്തിലേക്ക് വരാം. ഇന്നി ഖശീതു, ഞാൻ ഭയപ്പെട്ടു. ഇന്നി, തീർച്ചയായും എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നി ഖശീതു, ഞാൻ ഭയപ്പെട്ടു, അൻ തഖൂല, നീ പറയുമെന്ന്, ഫറഖത, നീ ഭിന്നിപ്പുണ്ടാക്കി, ഫറഖത, നീ ഭിന്നിപ്പുണ്ടാക്കി കളഞ്ഞു, ബൈന ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികൾക്കിടയിൽ ഇസ്രായേല്യരെ 2 ഗ്രൂപ്പാക്കി മാറ്റി. 2 തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഒന്ന് പശുക്കുട്ടി ആരാധിക്കുന്നവരും കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ളവരല്ല. അപ്പോ ഇവിടെ ഈ വിഭാഗത്തെ മാറ്റി നിർത്തുമ്പോ അതൊരു വിഭാഗമായി തന്നെ ഇവിടെ മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫിർഖത്ത് ഉണ്ടാക്കണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ ആ കാര്യം ഞാൻ ഭയപ്പെട്ടു. ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ നീ എന്നോട് ചോദിക്കും, നീ എന്താ ഈ ഇവിടെ വലിയ ഫിർഖത്ത് ഉണ്ടാക്കി കളഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോ 2 വിഭാഗം ആളുകളായിപ്പോയല്ലോ എന്ന് നീ ചോദിച്ചേക്കാം. അതാണ് ഒരു കാരണം.
വലം തർക്കുബ് കൗലി, പിന്നെ നീ ഒരുപക്ഷെ വീണ്ടും എന്നോട് ചോദിക്കും, എന്താണ് എന്റെ വാക്കിന് നീ എന്തുകൊണ്ട് കാത്തു നിന്നില്ല? ഞാൻ എന്താ പറഞ്ഞത്, എന്റെ തീരുമാനത്തിന് നീ കാത്തു നിന്നില്ല, അതിന്റെ മുമ്പ് തന്നെ ഈ ആളുകൾക്കിടയിൽ നീ വലിയ യുദ്ധം പ്രഖ്യാപിച്ച് ആളുകളെ രണ്ടാക്കി മാറ്റിക്കളഞ്ഞോ എന്ന് നീ ചോദിക്കാതിരിക്കാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചു. ആ അവസ്ഥയിലാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്ന്. വലം തർക്കുബ് കൗലി, നീ എന്റെ വാക്കിനെ തർക്കുബ്, നീ കാത്തു നിന്നില്ല എന്നാണ് അദ്ദേഹം പിന്നെ ഇവിടെ പറയുന്ന കാര്യം. അതിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഫിഅലുകൾ എന്താണെന്ന് നോക്കൂ, അതിലുള്ള ക്രിയകൾ എന്താണെന്ന് നോക്കൂ. തഅഖുദു എന്നുണ്ട്, തഅഖുദ് നീ പിടിക്കുന്നു. അതെവിടുന്നാ വന്നത്? അഖദ പിടിച്ചു, യഖുദു പിടിക്കുന്നു, അഖ്ദുൻ പിടിക്കൽ എന്നാണ് വാക്കിനർത്ഥം. അല്ലെങ്കിൽ എടുക്കുക എന്നർത്ഥം ഉണ്ടായിരുന്നു. ഖശീതു ഞാൻ ഭയപ്പെട്ടു എന്നുള്ള വാക്ക് എങ്ങനെയാണ്, എവിടുന്നാ വന്നത്? എന്താണ് അതിന്റെ മാദി, മുദാരി, മസ്ദർ ഒക്കെ നോക്കൂ. ഖശിയ ഭയപ്പെട്ടു, യഖ്ശ ഭയപ്പെടുന്നു, ഖശിയത്തുൻ ഭയപ്പാട്. ഫറഖ്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നീ ഭിന്നിപ്പിച്ചു. ഫറഖ യുഫർരിഖു തഫ്രീഖ് ഭിന്നിപ്പിക്കൽ. തർക്കുബ് എന്നുള്ള വാക്ക് എന്താണ്? റഖബ, യർക്കുബു റിഖാബത്തുൻ അല്ലെങ്കിൽ റുഖബത്തുൻ ഒക്കെ പറയാ. നീ കാത്തു നിന്നു, നീ പരിഗണിച്ചു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതിലുള്ള ക്രിയകൾ നമ്മൾ പഠിച്ചു. ഇതിലുള്ള വാക്കുകൾ ഒന്നും കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു വലിയ ആയത്താണ്, അതിലുള്ള കുറെ പദങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വാക്കുകൾ ഏതാണ്? യബ്ന ഉമ്മ, എന്റെ ഉമ്മയുടെ മകനെ, ലാ തഖുദ് നീ പിടിക്കരുത്, ബിലിഹിയത്തി എന്റെ താടിയിൽ, വലാ ബിറസി എന്റെ തലയിലും നീ പിടിക്കരുത് എന്നാണ് അദ്ദേഹം. മൂസാ നബി യാ എന്റെ ഉമ്മയുടെ മകനെ എന്നുള്ള വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, അതിൽ ബാക്കിയുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിയുടെ താടിയിലും തലയിലും ഒക്കെ പിടിച്ചു വന്നത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു ശാരീരികമായ ഒരു പ്രതികരണം എന്ന് മാത്രമാണ് അതിനെ കാണേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ താടിയിലും തലക്കൊക്കെ പിടിച്ച് ആണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചപ്പോ ഹാറൂൻ നബി അലൈഹി സ്വലാം എന്റെ ഉമ്മയുടെ മകനെ എന്ന് പറഞ്ഞു. എന്താ ഉപ്പയുടെ മകനെ എന്ന് പറയാതിരുന്നത്? എന്റെ എന്റെ വാപ്പാന്റെ മകനെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞില്ല? ഉമ്മയെ പരാമർശിച്ചത് മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഹൃദയത്തിൽ ഉമ്മയോടുള്ള സ്നേഹവും അനുകമ്പയും അത് വല്ലാത്തതായിരുന്നു. ആർക്കും അങ്ങനെയാണല്ലോ. ആ ഒരു സ്നേഹവും അനുകമ്പയും ആ ഒരു അവസരത്തിൽ ഉണർത്താനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളെ തണുപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എന്നുള്ളവർക്ക് വളരെ വലിയ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഇത് എന്ന്. ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്നേഹിക്കുന്ന ഒരാളുടെ പേര് പറയാം. അവർ രണ്ടുപേരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിലും ഉമ്മ എന്ന വിളി മൂസാ നബിയിൽ ഉണ്ടാക്കുന്ന വൈകാരികമായ വല്ലാത്തൊരു അടുപ്പുണ്ടല്ലോ, ആ അടുപ്പത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? അദ്ദേഹം ദേഷ്യം പിടിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ദേഷ്യം പിടിച്ച ആളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ദേഷ്യം തണുക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു പ്രയോഗം അവിടെ മൂസാ നബി അലൈഹി സ്വലാം നടത്തി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ശേഷം അങ്ങനെ ആ ഒരു സംസാരം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം അതിന്റെ കാരണം വിശദീകരിക്കുന്നത്. എന്താണ് കാരണം? ഇസ്രായേൽ സമൂഹത്തെ നീ ഭിന്നിപ്പിച്ചു എന്ന്, എന്റെ വാക്ക് നീ പാലിച്ചില്ല എന്ന്, അതിനുവേണ്ടി കാത്തിരുന്നില്ല എന്ന് നീ പറഞ്ഞേക്കാം എന്നാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്നത്. എന്റെ വാക്ക്, മൂസാ നബിയുടെ വാക്ക് എന്ന് പറഞ്ഞത് എന്താ? മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോൾ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഹാറൂനോട് പറഞ്ഞ കാര്യം അതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. എന്റെ ജനതയിൽ നീ എന്റെ പിൻഗാമിയാകുക, നീ നന്നാക്കുക, കുഴപ്പമുണ്ടാക്കുന്നവരുടെ വഴി നീ പിന്തുടരുക. ശ്രദ്ധിക്കണേ, എന്താ അദ്ദേഹം പറഞ്ഞു പോയത്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു പോയ ആ കാര്യം അങ്ങനെ തന്നെ പിൻപറ്റിയതാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം ഇവിടെ ചെയ്തത്. അപ്പൊ ഇവിടെ ആകൊരു ശക്കായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വലിയൊരു കൊടിയ ശിർക്ക് അവിടെ നടന്നിട്ട്
അദ്ദേഹം അവിടെ ഒരു വലിയ അതിന് തരത്തിലുള്ള പ്രതികരണം അവിടെ അദ്ദേഹം നടത്തിയിട്ടില്ല. അതിനെ നടത്താതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹാറൂൻ നബി അലൈഹി സ്വലാം വിശദീകരിക്കുന്ന ഇതാണ്: നിങ്ങൾ പോകുമ്പോ നീ പോകുമ്പോ എന്നോട് എന്താ പറഞ്ഞത് എന്റെ പിൻഗാമിയായിരിക്കണം. ഒന്നാമത് വാസ്ലിഹ്, നീ നന്നാക്കണം. ഇവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നന്നാക്കുന്ന ആളാകണം. വലാത്തത്തിബ് സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുടെ വഴിയിൽ നീ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടമല്ല ഇവിടെ. ഹാറൂൻ നബി അലൈഹി സ്വലാം നേരിട്ടതും അതേ ധർമ്മസങ്കടം തന്നെയാണ്. എന്ത് ചെയ്യണം എന്ന് കൃത്യമായ ഒരു തീരുമാനം. നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുക അവിടെ ആ സമയത്ത് എന്താ ചെയ്യുക? അപ്പോ രണ്ടുപേരും ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാം അവിടെ ചോദിക്കുന്നത് ശിർക്ക് എന്ന കൊടിയ ഒരു കുറ്റം ആ സമൂഹം ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് നേരിട്ട് എന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞില്ല? അല്ലെങ്കിൽ വളരെ ശക്തമായ നിലക്ക് അവരെന്തുകൊണ്ട് തടഞ്ഞില്ല എന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ആ നിലക്ക് നമ്മൾ ഇതിനെ കാണേണ്ടത് ആ നിലക്കാണ് നമ്മൾ അതിനെ വിശദീകരിക്കേണ്ടത്. അപ്പോ ഹാറൂൻ നബി അലൈഹി സ്വലാം നേരിട്ടത് യഥാർത്ഥത്തിൽ വലിയൊരു ധർമ്മസങ്കടമാണ്. എന്താ അവിടെ ഉള്ള ധർമ്മസങ്കടം എന്ന് അറിഞ്ഞറിയോ? ഒന്നുകിൽ ഹാറൂൻ നബിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം വിഗ്രഹാരാധകരുമായി യുദ്ധം ചെയ്ത് സമൂഹത്തെ പിളർത്തുക, ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് അത് പോവുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നത് മൂസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള രണ്ടാൽ ഏതെങ്കിലും ഒരു സംഗതി അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? മൂസാ നബി അലൈഹി സ്വലാം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്നു. അതുവരെ ആളുകൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നത് എന്താ? മൂസ വരുന്നവരേക്കും ഞങ്ങൾ എന്തായിരുന്നാലും ഈ ശിർക്കിന്ന് പിന്മാറില്ല എന്നാണല്ലോ. വലന്നബ്രഹ, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചില്ലേ? ഇതിന്റെ മുമ്പിൽ ആക്കിഫീന, ഞങ്ങൾ ഇത്തിക്കാഫിരിക്കന്നെ ചെയ്യും, ഇവിടെ നിന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമല്ല. കാരണം അത്രയും വലിയൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പശുക്കുട്ടിന്റെ ഉള്ളിന്നൊക്കെ ശബ്ദം വരുന്നത് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഹാറൂൻ നബി അലൈഹി സ്വലാം തെരഞ്ഞെടുത്ത ഈ രണ്ടാമത്തെ വഴിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോകാൻ ഉള്ള കാരണത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനമായിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയുടെ ഇവിടെ ദേഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. ആ ദീനിന് സംഭവിക്കുന്ന ഏത് ചെറിയ സംഗതികളും അത് വലിയ വിഷയം തന്നെയാണ് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൊടുത്ത ശിർക്കാണ്. അപ്പൊ ആ നിലക്ക് മൂസാ നബി അലൈഹി സ്വലാം നിർബന്ധമായും അങ്ങനെ ദേഷ്യം പിടിക്കുകയും അതിനനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരാൾ തന്നെയാണ്. നേരെ മറിച്ച് ഹാറൂൻ നബി അലൈഹി സ്വലാമിയുടെ ക്ഷമ എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് ഈ ആയത്ത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തനിക്ക് നൽകിയ ഹാറൂൻ നബിക്ക് കിട്ടിയ ദൗത്യം എന്ന് പറയുന്നത് 3 നിർദ്ദേശങ്ങൾ നമ്മളുണ്ടല്ലോ. ആ ദൗത്യത്തെ കുറിച്ചാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്നോട് പറഞ്ഞത് എന്താ? ആ കാര്യം ഞാൻ അങ്ങനെ തന്നെ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിനും കുഴപ്പക്കാരുടെ പിന്നാലെ പോകാതിരിക്കുന്നതിനും നിങ്ങളെ ഒരു ഖലീഫയായിട്ട് ഇവിടെ തുടരുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം അവിടെ പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം തന്റെ സഹോദരനുമായി സംസാരിച്ചത് തനിക്ക് ഒരു മറുപടി കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മറുപടി, ഈ ഒരു സംഗതി, ഈ 2 വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ലോകം മുഴുവനും അറിയുകയും ചരിത്രത്തിലുടനീളം ഈ മറുപടി അറിയപ്പെടുകയും ചെയ്യണം എന്നുള്ള നിലക്കാണ് ഈ ഒരു ചോദ്യവും മറുപടി ഉണ്ടായത് എന്നിങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു പ്രവാചകൻ എന്ന നിലയിൽ മൂസാ നബിക്ക് ഹാറൂൻ നബിയുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ലോകത്തിന് മുന്നിൽ സത്യം വ്യക്തമാക്കുക എന്നതാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ ഈ സംസാരത്തിലൂടെ ഉണർത്തുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ 2 നേതാക്കന്മാരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, 2 പ്രവാചകന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രവാചകന്റെ അഭാവത്തിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു ഹാറൂൻ നബിയെയാണ് നമ്മൾ കാണുന്നത്. ഈ 2 പേരുടെയും ഒരു ലീഡർഷിപ്പ്, ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, നേതൃപാടവത്തിലെ ആ വൈവിധ്യം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ.
മൂസാ നബി അലൈഹി ഇസ്ലാമയും ഹാറൂൻ നബി അലൈഹി ഇസ്ലായും തമ്മിൽ വ്യത്യസ്തമായ രണ്ട് പ്രകൃതമാണ് അവരുള്ളത്. രണ്ടും തീർത്തും വ്യത്യസ്തമായ രണ്ടാളുകളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം വിട്ടുവീഴ്ചയില്ലാത്ത ഗൗരവക്കാരനായ, തെറ്റ് കണ്ടാൽ ഉടനടി തിരുത്തുന്ന വിപ്ലവകാരിയായ ഒരു നേതാവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. എന്നാൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ശാന്തശീലനായ, പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കുന്ന, ഐക്യത്തിന് മുൻഗണന നൽകുന്ന നയതന്ത്രജ്ഞനായ ഒരു നേതാവാണ് എന്ന് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഈ രണ്ട് ഗുണങ്ങളുടെ പ്രവാചകന്മാരായിട്ടാണ് അള്ളാഹു രണ്ടുപേരെ ഒന്നിച്ച് ഒരേ സമയത്ത് നിയമിച്ചിരിക്കുന്നത്. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ തന്നെയും ആവശ്യമാണ് എന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ നമുക്ക് ഈ ഒരു വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ആയത്തിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. തൗഹീദ് എന്നത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. അത് നിഷേധിക്കപ്പെട്ടിട്ടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഉടനടി വലിയൊരു യുദ്ധത്തിനോ അവിടെ സമൂഹത്തെ അതിന്റെ നേരെ അങ്ങനെ ഒരു ശ്രമത്തിന് മുതിരാതിരുന്നത് സമൂഹത്തിന്റെ ഐക്യം നിലനിർത്തണം എന്നുള്ളതൊക്കെയായിരുന്നു. എന്നാൽ പ്രധാന നേതാവ് മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നതുവരെ സമൂഹം ചിതറിപ്പോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആളുകളെ ഉപദേശിക്കാതിരുന്നിട്ടില്ല, തെറ്റ് കണ്ടപ്പോ ആ തെറ്റിനെ തടയാതിരുന്നിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഈ തിന്മയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് അവരെ ഉപദേശിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം അവരെ ഉപദേശിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പ്രത്യേകിച്ച് ശിർക്ക് കാണുന്ന സന്ദർഭങ്ങളിൽ, അതിന്റെ ശിർക്കൻ വിശ്വാസവും ആചാരവും ഒക്കെ കാണുന്ന സമയങ്ങളിൽ അതിന് നേരെ അതിന് കണ്ണടക്കുക എന്നത് അതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ തന്നെ ചെയ്ത്, എന്നാൽ നമ്മൾ നേരത്തെ ഹാറൂൻ നബി അലൈഹി സ്വലാം ചെയ്തതുപോലെയുള്ള സമൂഹത്തിന്റെ കെട്ടുറപ്പ് അതിനെ ഭദ്രമാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് ഇത് ഇവിടെ നമുക്ക് ഇവിടെ പരിശോധിക്കാവുന്ന ഒരു ഹദീസ് കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഖബറു കൽ മുആയനതി. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ലത്. ഖാല അല്ലാഹു തആല ഖാല അല്ലാഹു ലി മൂസ ഇന്ന ഖൗമക സനഉ കദാ വകദാ ഫലമ്മാ യുബാലി ഫലമ്മാ ആയന അൽഖൽ അൽവാഹ. വാർത്ത കേൾക്കുന്നത് നേരിൽ കാണുന്നത് പോലെയല്ല. മൂസാ നബി അലൈഹി സ്വലാമയെ അള്ളാഹു നേരത്തെ ഉണർത്തി എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പോകുന്നതിന് ശേഷം നിങ്ങൾ എന്താ ധൃതി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്? പക്ഷെ നിങ്ങൾ പോകുന്നതിന് ശേഷം അവിടെ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് പല ആൾക്കാരും ഷിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹു നേരത്തെ മൂസാ നബി അലൈഹി സ്വലാമയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം എടുത്തുകൊണ്ട് പറയുന്ന എന്താണെന്നറിയോ? സംഭവം അത്രയും ഗൗരവമായിട്ട് മൂസാ നബി മനസ്സിലാക്കി ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന് ഒരു രൂപം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെയും നേരിട്ട് അദ്ദേഹത്തിന് ഈ വാർത്ത കാണാൻ സാധിച്ച ആ സന്ദർഭത്തിൽ എല്ലാവിധ അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങളും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലൈസൽ ഖബറു കൽ മുആയനതി എന്ന് പറയുന്നത്. നേരിട്ട് കാണുന്നത് പോലെയല്ല വാർത്ത കേൾക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു വാർത്ത കേൾക്കുന്നത് നേരിട്ട് കാണുന്നത് പോലെയല്ല. നേരിട്ട് നമ്മൾ പോയി കണ്ടാലുണ്ടാകുന്ന അനുഭവം പോലെയല്ല. ആളുകൾ എത്ര വിസ്തരിച്ച് വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നാലും ആ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും നമ്മൾ അതിന്റെ ഒരാളാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സംഗതി എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ് കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത്. കയ്യിലുണ്ടായിരുന്ന ദിവ്യ ഫലകങ്ങളൊക്കെ, ആ അൽവാഹ് എന്ന് കുറെ പറഞ്ഞില്ലേ, ആ അൽവാഹുകളൊക്കെ അദ്ദേഹം താഴേക്കിടുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ തലയിലും താടിയിലുമൊക്കെ അദ്ദേഹം പിടിച്ചു വലിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ ഈ ആളുകൾ കടുത്ത അവിശ്വാസത്തിലേക്ക് പോയി. ഒരു വിഭാഗം ആളുകൾ വളരെ പെട്ടെന്നാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സമൂഹത്തിലേക്കൊക്കെ ശിർക്ക് കടന്നു വന്ന രൂപങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നൂഹ് നബിയുടെ സമുദായത്തിൽ
അതിനുശേഷമുള്ള പല സമുദായങ്ങളിലും ഒക്കെ ശിർക്ക് കടന്നു വന്നത്. പക്ഷെ ഇവിടെ ഇവരിൽ ഈ ബനി ഇസ്രായേലിലേക്ക് ശിർക്ക് കടന്നു വന്നത് വളരെ വേഗത്തിലാണ്. വളരെ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ഒരുപാട് സംഗതികളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയും ഫറോവയുടെ പതനം നേരിട്ട് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഒക്കെ ചെയ്ത സമുദായം എന്നുള്ള നിലക്കും അവർ അങ്ങനെ പോരുന്ന വഴിക്ക് വരെ ചോദിച്ചത് ഞങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കാണുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്നൊക്കെ അങ്ങനെയൊക്കെ ആ മൂസാ നബിയോട് ചോദിച്ചുകൊണ്ട് വന്ന കടുത്ത ആ ധിക്കാരവും ശിർക്കൻ വിശ്വാസവും ഒക്കെ വെച്ച് പുലർത്തിയ ആളുകളായിരുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ആ ദലാലത്തിലേക്കുള്ള അവരുടെ പോക്ക് എന്ന് പറഞ്ഞത് വളരെ കടുത്ത ധിക്കാരവും മൂസാ നബി അലൈഹി സ്വലാമയോടും അതേപോലെ ആ ആശയത്തോടും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളോടും ഒക്കെ വളരെ ഏറെ കടുത്ത അതിക്രമം കാണിച്ച ഒരു സമുദായം എന്നുള്ളതൊക്കെയാണ് അവരെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിരുന്നത്. ഇനി അടുത്തത് മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് ഹാറൂൻ നബിയോട് ചോദിച്ചു. ഹാറൂൻ നബി അതിന് മറുപടി പറഞ്ഞു. അതേ സമയത്ത് തന്നെ മൂസാ നബി അലൈഹി സ്വലാം സാമിരിയോടും ചോദിക്കുന്നുണ്ട്. കാല ഫമാ ഖത്തുമുക യാ സാമിരി, സാമിരി നിന്റെ കാര്യം എന്താണ്? അവിടെ അദ്ദേഹം ചോദിക്കാൻ ഉപയോഗിച്ച വാക്ക് ഖത്തുബ് എന്നാണ്. ആ ഖത്തുബ് എന്നുള്ള വാക്ക് സാധാരണ കാര്യം എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടല്ലോ, അമ്ര എന്നാണ് പറയാ കാര്യം എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക. ഇവിടെ ഖത്തുബുൻ എന്ന ഖാല ഫമാ ഖത്തുബുക യാ സാമിരി, സാമിരി നിന്റെ കാര്യം എന്താണ്? ഈ ഖത്തുബ് എന്നുള്ള വാക്ക് എന്താണെന്നറിയോ? അത് ഖുറാനിൽ വേറെ ചില ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സംഭവം പറയുന്നിടത്ത് അവിടെ അദ്ദേഹത്തിന് ജയിലിൽ വന്നതിന് ശേഷം അവിടുത്തെ രാജാവ് ആ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മാ ഖത്തുബുകുന്ന ഇദ് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി, യൂസുഫിനെ നിങ്ങൾക്ക് വശീകരിക്കാൻ ശ്രമിച്ചപ്പോ നിങ്ങളുടെ കാര്യം എന്തായിരുന്നു? അപ്പൊ ഒരു വലിയൊരു വിഷയം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഖത്തുബുൻ എന്നുള്ളത്. വിവാഹാലോചന നടത്തുന്നതിനും ഖത്തുബ് എന്ന് പറയുക. മറ്റൊരു ഉദാഹരണം ഖുർആനിൽ അവസാനിപ്പിക്കാം. അപ്പൊ എന്റെ ബാക്കി ഭാഗത്ത് പോകുന്നില്ല. അതിന് സാമിരി അതിന് പറയുന്ന ഗംഭീരമായ ചില മറുപടികളുണ്ട്. ഇവർക്കൊന്നും കാണാൻ പറ്റാത്ത വേറെ കുറെ സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് സ്വർണ്ണൊക്കെ ആ തീയിലിട്ട് ഉരുക്കി എന്ന് മാത്രം സംഭവിച്ചത്. എന്നാൽ ആ തീയിലിട്ട് ആ സ്വർണ്ണൊക്കെ ഉരുകി ഒലിക്കുമ്പോ എനിക്കതിലൊരു പ്രത്യേക സംഗതി എനിക്ക് കാണാൻ സാധിച്ചു എന്ന് സാമിരി പറയുന്നുണ്ട്. സാമിരി നമ്മൾ പറഞ്ഞല്ലോ, അവന്റെ ആ ചരിത്രം ശരിയാണെങ്കിൽ അവന്റെ ഉമ്മ മരുഭൂമിയിൽ ഒഴിവാക്കി എന്നിട്ട് അവിടെ ജിബ്രീൽ എടുത്തു വളർത്തിയതാണ്. അവന്റെയും പേര് മൂസ തന്നെയായിരുന്നു. കവി പറയുന്നത് ജിബ്രീൽ വളർത്തിയ മൂസ കാഫിറായി അല്ലെങ്കിൽ ദൈവനിഷേധിയായി, ഫറോവ വളർത്തിയ മൂസ പ്രവാചകനായി എന്നൊക്കെ കവി പറഞ്ഞില്ലേ. അപ്പൊ ആ നിലക്ക് ഈ സാമിരി അതിന് പറയുന്ന മറുപടിയിലേക്കാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അറിയാനും അത് ജീവിതത്തിൽ പുലർത്താനും എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.